ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം സേമിയയും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുക്കാം, നെയ്യ് ഒഴിച്ച് കൊടുക്കാം, കുറച്ച് കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂസ് പകുതി റോസ്റ്റായി വരുന്ന ടൈമിൽ നമുക്ക് അല്പം സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. സെയിം പാനിലേക്ക് തന്നെ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി 1/2 ലിറ്റർ പാല് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അതിലോട്ട് 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിന് മുന്നമായിട്ട് അല്പം പാലെടുത്തിട്ട് 4 ടീസ്പൂൺ കസ്റ്റേർഡ് കലക്കിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയയും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. അല്പം ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സേമിയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. ഇനി അതിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഒഴിവാക്കാട്ടോ. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ കമ്പൈൻ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ലാസ്റ്റായിട്ട് നമ്മൾ കസ്റ്റേർഡ് കലക്കി വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കസ്റ്റേർഡ് കലക്കിയിട്ട് ഇതുപോലെ തിക്കായി വരുന്ന ടൈമിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അണ്ടിപ്പരിപ്പും ബദാമും സേമിയയും വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ ബൈ, താങ്ക് യു.